ഷേരുവിന്റെ വയറുവേദന. ഹാ, വയറ് ശരിക്ക് വീർത്തു. ഹോ, എത്ര കാലമായി ഇങ്ങനൊരു മുയലിനെ തിന്നിട്ട്. ദാഹിച്ചിട്ട് വയ്യ. ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഹാ, ദാഹം മാറിയപ്പോ എന്തൊരാശ്വാസം. അയ്യോ അയ്യോ, എന്തു പറ്റി? വയറ് വേദനിക്കുന്നേ. അയ്യോ, എപ്പോഴാ തുടങ്ങിയത്? ഇത്തിരി മുമ്പ്. കുഴഞ്ഞു. ആ മുയലിറച്ചിയിൽ വല്ല വിഷവും. അയ്യോ, താൻ എങ്ങോട്ടാടോ? വൈദ്യരെ കാണാൻ. എന്റെ കാട്ടുമുത്തപ്പ, ഷേരു തട്ടിപ്പോയാൽ എന്നെ കാത്തോളണേ. വൈദ്യരെ, വൈദ്യരെ, മുയലിറച്ചിയിൽ വിഷം, വയറുവേദന. ആവോ, 10 കാഞ്ഞിരിക്ക കുരു തിന്നണം. കിടിലൻ കയ്പുള്ളത്. അയ്യോ, പിന്നെ വ്യായാമം. ആ മലയുടെ ചുറ്റും 10 റൗണ്ട് ഓടണം. അയ്യോ, വിഷമിറങ്ങാനാ. വേണ്ടെങ്കിൽ വേണ്ട. 9, 10. ഓ, ഒടുക്കത്തെ കയ്പ്. തളർന്നേ. ചാവുന്നതാ ഒന്നുകൂടെ ഭേദം. ഷേരു തട്ടിപ്പോയി കാണും. താൻ ചത്തില്ലേ? അയ്യോ, ഞാനോ? വയറ്റത്തെ ഒരു കട്ടുറുമ്പ് കടിച്ചതാ. അതിനാണോ താൻ വൈദ്യരെ കാണാൻ പോയത്? അയ്യോ, ബുദ്ധിമാൻ മണ്ടനായപ്പോൾ ആരോ തന്നെ മണ്ടനെന്ന് വിളിച്ചതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ബുദ്ധിമാനെന്ന് എന്നെ എത്ര പേര് വിളിക്കുന്നു, എന്നിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, തന്നേക്കാൾ മണ്ടന്മാരുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. അപ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും. വാ ചേട്ടാ, ഈ കുളം ആരുടെയാ? എന്റെ. ഈ കുളം എനിക്ക് തരാമോ? പകരം കുളത്തിലെ വെള്ളം കോരാൻ ഈ ഷേരുവിനെ തരാം. ശരി, സമ്മതിച്ചു. ഷേരുവിനെ തന്നിട്ട് കുളം എടുത്തോ. സൂത്ര, എന്നെ താൻ ഇങ്ങേർക്ക് കൊടുക്കുകയാണോ? ഇല്ലെന്നേ, വേറൊരു സൂത്രമുണ്ട്. ചേട്ടാ, ഒരു സംശയം. കുളത്തിലെ വെള്ളം കോരാനാ ഷേരുവിനെ തന്നത്. കുളം എന്റേതായ സ്ഥിതിക്ക് കുളത്തിലെ വെള്ളം കോരുന്നവനും എന്റെ കൂടെ വരണ്ടേ? മാത്രമല്ല, കുളമില്ലാത്ത ചേട്ടന് കുളത്തിലെ വെള്ളം കോരാൻ ആളെന്തിനാ? ശരിയാ. അങ്ങനെ ആ മണ്ടന്റെ കുള എനിക്ക് വെറുതെ കിട്ടി. ഇപ്പോ മനസ്സിലായില്ലേ തന്നേക്കാൾ വലിയ മണ്ടനാണ് ആ. ഹലോ, ഒരു മിനിറ്റ്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. നമസ്കാരം, എന്റെ പേര് ബബ്ബൻ. നമസ്കാരം. അതിരിക്കട്ടെ, ഞാൻ എന്തിനാ ബബ്ബൻ ചേട്ടനെ പരിചയപ്പെടുന്നത്? ബബ്ബൻ ചേട്ടന്റെ കയ്യിൽ നിന്നാ ഞാൻ ആ കുളം വാങ്ങിയത് 2 കൊല്ലം മുമ്പ്. പക്ഷേ 1 കൊല്ലം കൊണ്ട് 350 കരിമീൻ കെട്ട് കൊടുക്കണം. അതായിരുന്നു കുളത്തിന്റെ വില. പക്ഷേ ആകെ 35 കരിമീൻ കെട്ടേ എനിക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് വില മുഴുവൻ കൊടുത്തില്ലെങ്കിൽ കാലത്തും വൈകിട്ട് ഓരോ തല്ല് ഞാൻ വാങ്ങണമെന്നായിരുന്നു വ്യവസ്ഥ. കുളം ഞാൻ വിറ്റ സ്ഥിതിക്ക് ഇനി സൂത്രനെ തല്ലിക്കോളാമെന്ന് ബബ്ബൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തെ തല്ല് പിടിച്ചോ. അയ്യോ, കുളം വാങ്ങി തല്ല് കൊണ്ടവനാ അത് മണ്ടൻ. തന്നെ മണ്ടാന്ന് വിളിക്കുന്ന സൂത്ര. ഇപ്പോഴാ എനിക്കൊരാശ്വാസമായത്.